എന്തിനാണ് റിപ്പീറ്റഡായിട്ട് പരസ്യങ്ങൾ കാണിക്കുന്നത്? റിപ്പീറ്റഡായിട്ട് പരസ്യം കാണിക്കുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നും ഇവർക്ക് തന്നെ വട്ടുണ്ടോ, ഒരു പ്രാവശ്യം കാണിച്ചാൽ പോരെ. നമ്മളൊരു പുതിയ സോപ്പ് വന്നു, ആ പുതിയ സോപ്പ് വന്നതെന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് അറിയിച്ചാൽ പോരെ, എല്ലാവരും പോയി മേടിച്ചോളൂല്ലേ. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്തില്ല, ചുമ്മാ ഇങ്ങനെ സിനിമ കാണുന്നവരെ കണ്ടുപോകത്തേ ഉള്ളൂ. അത് വീണ്ടും 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 കാണിക്കുന്നത് ഒരു പിക്ചറുകൾ നമ്മുടെ സബ് കോൺഷ്യസ് രജിസ്റ്റർ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ആ പിക്ചർ ഇങ്ങനെ വന്ന് നമ്മുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്ററായിട്ട് വരുന്ന പ്രോസസ്സാണ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിപ്പീറ്റഡായിട്ട് കണ്ട് ആ വിഷ്വൽസ് കണ്ട് നമ്മുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ചെയ്ത് കിടക്കുമ്പോൾ നമ്മൾ നേരെ ഷോപ്പിൽ ചെല്ലും. അന്നേരം ചിലപ്പം ബ്രാൻഡൊന്നും ഓർക്കത്തില്ല. നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേന് അവിടെ ആ സെയിം സാധനം അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അതിനാണ് ഈ പരസ്യം കൊടുത്ത സാധനം അതേപടി അന്നേരം കടയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ആ പരസ്യം പല പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞു ആൾക്കാർ ഓർത്തിരിക്കത്തില്ല. വീണ്ടും അത് നേരെ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഒരു ഡിസ്പ്ലേ കോൺടെസ്റ്റൊക്കെ ആ സമയത്താണ് വെക്കുന്നത്. ആ ഡിസ്പ്ലേ കോൺടെസ്റ്റ് വെച്ച് കടക്കാരനെ കൊണ്ട് ഏറ്റവും നന്നായിട്ട് കടയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കടക്കാരന് ഗിഫ്റ്റൊക്കെ കൊടുക്കും. അപ്പോൾ കടക്കാരൻ ഏറ്റവും നന്നായിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ പരസ്യം ഇങ്ങനെ റെഗുലറായിട്ട് അവർ കൊടുത്തുകൊണ്ടിരിക്കും. ആ പരസ്യം നേരെ നമ്മൾ കടയിൽ ചെല്ലുമ്പോഴത്തേന് അതേ സാധനം അതേ ഡിസൈനിലുള്ള സാധനം അവിടെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നു, നമ്മൾ കണ്ട സാധനം തന്നെയാണ്. ഇങ്ങനെയാണ് വാങ്ങിപ്പിക്കുന്നത്. ഇതിനാണ് ഈ റിപ്പീറ്റഡായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കി അവർ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾ. അവർക്കറിയാൻ മേലാത്തവരല്ലല്ലോ. കോടിക്കണക്കിന് രൂപ മുടക്കി പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റഡായിട്ട് നമ്മൾ കേട്ട് അത് മനസ്സിൽ തറയുള്ളൂ. നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളോട് വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ എനിക്കും ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ പുള്ളിയോട് പറയാം, എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ഓടിച്ചോളാം, ഞാൻ നല്ല ബുദ്ധിമാനാണ്, എനിക്ക് ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ആ ഡോക്ടറേറ്റ് വേറെ വിഷയത്തിലാണ്, ഡ്രൈവിങ്ങിലല്ല. അപ്പം നമുക്ക് വേറെ എക്സ്പീരിയൻസ് ലൈഫിലേക്ക് ഉണ്ടാകുക, അതൊക്കെ മാറ്റി വെക്കുക. ഏത് സബ്ജക്റ്റ് വരണമെങ്കിലും അവിടെ സ്റ്റുഡൻ്റ് ആവുക, അത്രയേ ഉള്ളൂ. ഏത് സബ്ജക്റ്റ്, കൃഷിക്കാരനാവണമെന്നുണ്ടെങ്കിൽ നേരെ ചാണകക്കുഴിയിൽ ഇറങ്ങി സാധാരണ കൃഷിക്കാരൻ്റെ കൂടെ പോയി അവർ പറയുന്നത് കേട്ട് ക്ഷമയോടെ മനസ്സിലാക്കിയെടുക്കണം. നമുക്ക് വേറെ വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉണ്ടായിരിക്കും, IAS ഉണ്ടായിരിക്കും, സ്റ്റുഡൻ്റ് ആവുക, അത്രയേ ഉള്ളൂ. വേറെ മാർഗ്ഗമൊന്നുമില്ല. ബേസിക്സ് മുതൽ നമ്മൾ പഠിച്ചു വരിക, അത് മാത്രമേ മാർഗ്ഗമുള്ളൂ. നമ്മളെപ്പോഴും പറയാറുണ്ട് 90-91 എന്ന് പറയുന്ന അത് സക്സസ് ഫോർമുലയാണ്. ഈ 90-91 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെയുള്ള സമയം 90 മിനിറ്റ് 90 ദിവസം ഒരു സിംഗിൾ ഫോക്കസിൽ ഒരു പ്രൊജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റായി, അതിനകത്ത് നമ്മൾ ബേസ് ഉറച്ചു എന്നർത്ഥം. 90 ദിവസം അതിരാവിലെയുള്ള സമയം 90 ദിവസം 90 മിനിറ്റ് ഒറ്റ ഫോക്കസ്, ഒരു പുതിയൊരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അതിനകത്ത് സെറ്റായി കിട്ടും. അതും പല ആൾക്കാരും കംപ്ലീറ്റ് ചെയ്യത്തില്ല. പല ആൾക്കാരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 89ാമത്തെ ദിവസം നിർത്തിപ്പോകുന്ന ഒരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു 90 ദിവസം പറ്റില്ല. അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ അതിനകത്ത് നിൽക്കണം. അത് ഓഫ് ഓൺ അല്ല ഞാൻ പറയുന്നത്. അത് രാവിലെ നമ്മുടെ എല്ലാ അവയവങ്ങളും നമ്മൾ കൂടുതൽ അബ്സോർഷൻ വളരെ കൂടുതലാണ്. രാത്രി നമ്മുടെ എല്ലാ ഓർഗൻ ക്ലിയറിങ് നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും അവയവങ്ങൾ രാത്രിയിൽ റെസ്റ്റ് എടുക്കുക. രാത്രി ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്നൊരു സംഭവമാണ്. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ തലേദിവസം രാത്രി 11 മണിക്ക് മൂക്ക് മുട്ട കഴിച്ചാൽ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അവിടെ കിടന്ന് നമ്മൾ 10 മണിക്കൂർ ഉറങ്ങിയാൽ റെസ്റ്റൊന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും ലോഡ് കുറച്ച് വൈകുന്നേരം കഴിക്കുക. ലോഡ് കൊടുക്കരുത് വൈകുന്നേരം, ഒരു കാരണവശാലും ലോഡ് കൊടുക്കരുത്.